ഹായ് എവരിവൺ. സോ ഒരു സീനിയർ ലെവലിന് സി വി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സീനിയർ ലെവൽ സി വിക്ക് വെറും ഒരു സി വിയുടെ സ്റ്റൈൽ മാത്രം പോരാ. സീനിയർ ലെവൽ സി വിയിൽ നിങ്ങളെ ഹയറിംഗ് മാനേജർ നോക്കുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, ഇമ്പാക്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ, ഇതൊക്കെയാണ്. പല ആൾക്കാർ തെറ്റിദ്ധരിക്കും. അവർ ജസ്റ്റ് ഡെയിലി റുട്ടീൻസ് മാത്രം ലിസ്റ്റ് ചെയ്യും. ഹാൻഡിൽഡ് ഓപ്പറേഷൻസ്, മാനേജ്ഡ് എ ടീം, റെസ്പോൺസിബിൾ ഫോർ ഡെലിവറീസ് എക്സെട്ര. പക്ഷേ ഇതിനെ നിങ്ങൾ വേറെ രീതിയിലാണ് പിവോട്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, മാനേജ്ഡ് എ ടീം എന്നതിന് പകരം ലെഡ് എ ടീം ഓഫ് 12 ക്രോസ് സെക്ഷണൽ മെമ്പേഴ്സ് റിസൾട്ടിങ് ഇൻ 20% ടേൺ അറൗണ്ട് ഇൻ ബിസിനസ്, സംതിങ് ലൈക്ക് ദാറ്റ്. സോ അതിനുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇല്ല. ആ ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സി വിയിൽ കൃത്യമായിട്ട് ഏത് ലീഡർഷിപ്പ് ലെവലിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഇനീഷ്യേറ്റീവ്സ് ആണ് നിങ്ങൾ ചെയ്തത്, എന്താണ് മെഷറബിൾ ഇൻകം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഔട്ട്കം ഉണ്ടായിട്ടുള്ളത്, അതുപോലെ എന്ത് ഇമ്പാക്റ്റ് ആണ് നിങ്ങൾ ഓർഗനൈസേഷന് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യണം. ഒരിക്കലും സി വി ഓവർ ക്രൗഡ് ആകരുത്. കൃത്യമായി മെട്രിക്സ് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് സി വിയിൽ കാണിച്ചിരിക്കണം. സോ സീനിയർ ലെവൽ സി വി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് മാത്രം കാണിക്കുന്നതല്ല. ഇറ്റ് ഷോസ് വാട്ട് ഡിഡ് യു ഡു ദാറ്റ് മാറ്റർ. താങ്ക് യു.